ട്രംപ് എത്രയൊക്കെ ബഹളമുണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇന്ത്യയും റഷ്യയും തമ്മിൽ തല്ലിപ്പിരിയുന്നത് കാണാനുള്ള കാത്തിരിപ്പ് വെള്ളത്തിൽ വരച്ച വര പോലെ തെളിയാതെ പോവുകയുള്ളൂ. ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ കാര്യമായ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ സൈനികപരമായും ഇരു കൂട്ടർക്കും ഒരുമിച്ചുള്ള യാത്ര വളരെ ഗുണകരമാകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഭാവിയിൽ വലിയ വികസന മുന്നേറ്റം അക്കാര്യത്തിൽ പ്രതീക്ഷിക്കാനുള്ള വകയുമുണ്ട്. ട്രംപിനെ പോലെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ പോലും ഒറ്റിക്കൊടുക്കുന്ന, തള്ളിപ്പറയുന്ന, പിന്നിൽ നിന്ന് കുത്തുന്ന ശീലം ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ റഷ്യയെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി ഇന്ത്യയുടെ വികസന കുതിച്ചുചാട്ടത്തിന് അണകെട്ടാമെന്നുള്ള വ്യാമോഹം നടപ്പില്ല. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുടിൻ ഇന്ത്യയെ തള്ളിപ്പറയുമെന്നതായിരുന്നു ട്രംപിന്റെ ഉൾപ്പെടെ മിക്കവരുടെയും പ്രതീക്ഷ. എന്നാൽ അതിന് വിപരീതമായി ട്രംപിന്റെ ആതിഥ്യം കണ്ട് കണ്ണ് മഞ്ഞളിക്കാതെ പുടിൻ നേരെ വിളിച്ചത് മോദിയെ. വെറുതെ വിളിച്ചതല്ല, കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ മോദിയെ ധരിപ്പിച്ചതിനോടൊപ്പം മോദിയുടെ അഭിപ്രായം ആരായുക കൂടി ചെയ്തിട്ടുണ്ട്. മോദിയുടെ അഭിപ്രായത്തിന് അത്രമേൽ വില കൽപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ യുക്തിപരമായ തീരുമാനങ്ങളുടെ പരപ്പ് എത്രയെന്ന് ലോകരാഷ്ട്രങ്ങൾ പോലും സമ്മതിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കുവച്ചതിന് പുടിനോട് മോദി നന്ദി പറഞ്ഞു. ട്വിറ്ററിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഉക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പരസ്പര ആശയവിനിമയം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിഷയങ്ങളും മോദിയും പുടിനും ചർച്ച ചെയ്തതായി PMO അറിയിച്ചു. 2022 ഫെബ്രുവരി മുതൽ തുടരുന്ന സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്. അതിനാൽ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനു പിന്നാലെയാണ് കൂടിക്കാഴ്ചയെക്കുറിച്ച് പുടിൻ മോദിക്ക് വിശദീകരിച്ചത്. മോദിയുമായി പുടിൻ ഫോണിൽ സംസാരിക്കുന്നതിന് മുൻപ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള അലാസ്ക ഉച്ചകോടി കൂടിക്കാഴ്ചയെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഒരിക്കലും യുദ്ധത്തിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് കിട്ടുന്ന ലാഭത്തിന്റെ പങ്കുപറ്റാൻ മാത്രം മനുഷ്യത്വം മരവിച്ച രാജ്യമല്ല ഇന്ത്യ. സമാധാനത്തിനായുള്ള അമേരിക്കയുടെ നേതൃത്വം വളരെയധികം പ്രശംസനീയമാണെന്നും ഉച്ചകോടിയിൽ കൈവരിച്ച പുരോഗതിയെ ഇന്ത്യ അഭിനന്ദിക്കുന്നു എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ മുന്നോട്ടുള്ള വഴി സാധ്യമാകൂ എന്ന് പറഞ്ഞ അദ്ദേഹം ഉക്രൈനിലെ സംഘർഷത്തിന് എത്രയും വേഗം ഒരു അന്ത്യം കാണാൻ ലോകം ആഗ്രഹിക്കുന്നു എന്ന് കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച അലാസ്കയിൽ 3 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു പുടിൻ ട്രംപുമായി നടത്തിയത്. എന്നിരുന്നാലും 10,000-കണക്കിന് ആളുകളുടെ മരണത്തിനും ഉക്രൈനിൽ വ്യാപകമായ നാശത്തിനും കാരണമായ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഉച്ചകോടിക്കായില്ല. അതിനിടെ യൂറോപ്യൻ നേതാക്കൾക്കൊപ്പം വാഷിംഗ്ടണിൽ വെച്ച് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കണ്ടു. റഷ്യക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഒരു സമാധാന കരാർ അംഗീകരിക്കാൻ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുടർന്നും പോരാടാമെന്നും ട്രംപ് പറഞ്ഞു. 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ തിരിച്ചുപിടിക്കുന്നതും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ ഉക്രൈനെ ഉൾപ്പെടുത്തുന്നതും US പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും ശരി, റഷ്യയും ഇന്ത്യയും അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ ദാസ്യത്വം സ്വീകരിച്ചു കിടക്കില്ല. പകരം റഷ്യ യുദ്ധം അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളും ഒന്നിച്ചു മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് ട്രംപിന്റെ പേടി സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യമാകാൻ ഇനി അധിക ദൂരമില്ല എന്ന് സാരം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച